ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി കിട്ടിയത്. ബി.ജെ.പിയുടെ അടിപതറുന്ന കാഴ്ചകൾ. അബ് കി ബാർ 400 പാർ എന്ന് നരേന്ദ്രമോദി വലിയ വായിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം. ഒടുവിൽ മോദിക്ക് ഇപ്പം എന്താ കിട്ടിയേ? സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ചെരുപ്പേർ. ഇന്ത്യ സഖ്യത്തിനെതിരെ നിരന്തരം അമ്പ് തൊടുത്തു വിട്ട ബി.ജെ.പിക്ക് മോദിക്ക് ഇങ്ങനൊരു തിരിച്ചടി പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. ഭരണം കിട്ടിയിട്ട് 1 മാസം പോലും ആയില്ല. അതെ, മോദിയുടെ വാരണാസി ഇപ്പോൾ മോദിക്കും ബി.ജെ.പിക്കും ഏറ്റവും വലിയ തമാശയായി മാറിയിരിക്കുന്നു. പക്ഷെ ജനങ്ങൾ വളരെ സീരിയസ് ആണ്. വലിയ ഭൂരിപക്ഷത്തുള്ള വിജയമെന്ന് ഇത്തവണയും വാരണാസിയിൽ മോദിയുടെ സ്വപ്നം. എന്നാൽ ആ ഒരു സ്വപ്നം നിമിഷ നേരം കൊണ്ടാണ് പൊട്ടിച്ചിതറി തറയിൽ വീണത്. വർഗീയ വിദ്വേഷം മാത്രം പുലമ്പി വോട്ട് നേടാമെന്ന അതിമോഹം പക്ഷേ വാരണാസിയിലെ ജനങ്ങൾ ഒരു പരിധിവരെ തടുത്തു നിർത്തി. ജനാധിപത്യത്തിന് ഒപ്പം നിൽക്കുന്ന ജനങ്ങൾ വാരണാസിയിലൂടെ തെളിയിച്ചുകൊണ്ട് മോദിയുടെയും അനുയായികളുടെയും ഒരു മോഹങ്ങളും ജനാധിപത്യ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്നൊരു സൂചന അവർ നൽകി. മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. വോട്ടെണ്ണിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വേള മോദി 10,000 വോട്ടിലും താഴെയായി. എന്തൊരു ഗതികേടാണ്! വാരണാസിയിലെ വിജയത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ മോദിയെ ജനങ്ങൾ സ്വീകരിച്ചത് ചെരുപ്പെറിഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം വാരണാസിയിലെത്തി ജനങ്ങൾക്കിടയിലൂടെ റോഡ് ഷോ നടത്തുകയായിരുന്ന നരേന്ദ്രമോദിക്ക് നേരെയാണ് ചെരുപ്പേറ്. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ചെരുപ്പെടുത്ത് മാറ്റി. കാരണം മാന്യതയുള്ള ഉദ്യോഗസ്ഥനാണ്. റോഡരികിൽ ജനക്കൂട്ടം തെങ്ങി നിൽക്കുന്നിടയിൽ നിന്നുമാണ് ചെരുപ്പ് കാറിൻ്റെ ബോണറ്റിൽ വന്നു വീണത്. കടുത്ത സുരക്ഷാ വീഴ്ചയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെ പേരെടുത്ത് വിശേഷിപ്പിക്കും. മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിന് നിരക്ക് ഒരു ചെരുപ്പ് വന്ന് വീണത് സുരക്ഷാ വീഴ്ചയെ വിലയിരുത്തുന്നു. ചെരുപ്പ് എറിഞ്ഞയാളെ പിടികൂടിയോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എറിഞ്ഞതാരായാലും എറി കിട്ടിയത് മോദിക്കാണ്. എന്തായാലും മോദിക്കെതിരെയുള്ള തിരിച്ചടി തന്നെയാണിത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച അതേ വാരണാസി, 2019 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മോദിയെ വിജയിപ്പിച്ച അതേ വാരണാസി. എന്നാൽ ഇത്തവണ ആ ഭൂരിപക്ഷം പോലും നിലനിർത്താൻ മോദിക്കായില്ല. 3 ലക്ഷത്തിലേറെ വോട്ടുകളായി കുറഞ്ഞു. 1,52,513 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ പാവം മോദിക്ക് ഇത്തവണ കിട്ടിയുള്ളൂ. വാരണാസിയിൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറിൽ നേരത്തെ പറഞ്ഞതുപോലെ മോദി പിന്നിലായിരുന്നു. മോദിയെ കൂടാതെ ബി.ജെ.പി കുത്തകയെന്ന പല മണ്ഡലങ്ങളിലും ഇതേ അവസ്ഥയായിരുന്നു. ബി.ജെ.പിക്ക് തിരിച്ചടിയുണ്ടായി. പലയിടത്തും നെറ്റ് വിജയമുണ്ടായി. തലനാരിഴയ്ക്ക് ജയിച്ചു എന്ന് പറയാം. പക്ഷേ എന്ത് കാര്യം? പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു. യു.പിയിൽ ദയനീയ പരാജയം. പലയിടത്തും ഭൂരിപക്ഷം കുറഞ്ഞു. എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത്? ഇനിയും ഒരു മോദി ഭരണത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഗതികേടിനെ 3ാം തവണ ജയിപ്പിച്ച് വിട്ടു എന്നാണ് ജനങ്ങൾ തുടക്കത്തിലേ പറയുന്നത്. അല്ലെങ്കിൽ 3ാം മോദി സർക്കാർ വന്നിട്ട് ആ മോദി സർക്കാരിൻ്റെ കീഴിൽ എന്തെങ്കിലും ഒരു നയങ്ങൾ, എന്തെങ്കിലും ഒരു പദ്ധതികൾ, അല്ലെങ്കിൽ ജനദ്രോഹപരമായ കാര്യങ്ങൾ അതൊക്കെ വരുമ്പോഴാണ് സാധാരണയായി സർക്കാരിനെതിരെ ജനത്തിൻ്റെ വിലയിരുത്തലുണ്ടാകുന്നത്. പക്ഷേ ഈ വിലയിരുത്തൽ 3ാം മോദി സർക്കാരിൻ്റെതല്ല. 2ാം മോദി സർക്കാരിൻ്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിന് ശേഷവും മോദി ജയിക്കുമെന്ന് ഭയചകിതരായി കഴിഞ്ഞിരുന്ന ജനങ്ങൾ മോദി അടക്കമുള്ള ബി.ജെ.പി എം.പിമാരെ കേവല ഭൂരിപക്ഷം പോലും നൽകാതെ ജയിപ്പിച്ച് വിട്ട ഒരു അധോഗതിയിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിലും ബി.ജെ.പി സർക്കാർ, എൻ.ഡി.എ സർക്കാരിന് അധികാരം നേടാനായി നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയും പിൻബലത്താൽ. എത്ര കാലം നിതീഷ് കുമാറും നായിഡുവും മോദിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്ന് കണ്ടറിയണം. ദക്ഷിണേന്ത്യയാണ്, ഉത്തരേന്ത്യയല്ല. നായിഡു വന്നിരിക്കുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുമാണ്. നിതീഷ് കുമാർ പിന്നെ കള്ളത്തരത്തിൻ്റെ ആളാണ്. എങ്ങോട്ട് എവിടെ വെള്ളം കണ്ടാലും അതിലേക്കൊരു ചാട്ടം ചാടും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3ാം മോദി സർക്കാരിൻ്റെ വിലയിരുത്തലല്ല ഇപ്പോൾ വാരണാസിയിൽ കണ്ടത് ചെരുപ്പറിഞ്ഞത്. 2ാം മോദി സർക്കാരിൻ്റെ ആ വിലയിരുത്തലാണ് ഇപ്പോൾ വാരണാസിയിൽ ചെരുപ്പിൻ്റെ രൂപത്തിൽ വന്നത്. ഇനി പലതിൻ്റെ രൂപത്തിൽ വരും. പഞ്ചാബിൽ ഓർക്കണം, തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി അവിടുത്തെ കർഷകർ പഞ്ചാബിൽ കയറാൻ അനുവദിച്ചില്ല. കഴിഞ്ഞ 2ാം ടൈമിലായിരുന്നു മോദിയെ പഞ്ചാബിലൊരു ഫ്ലൈ ഓവറിൽ കർഷകർ തടഞ്ഞിട്ടത്. ചരിത്ര സംഭവം, കടുത്ത സുരക്ഷാ വീഴ്ചയിരുന്നത്. പക്ഷേ തേച്ചുമാച്ച് വിട്ടു. മോദി തൻ്റെ വാഹനവ്യൂഹം തിരിച്ച് 80 കിലോമീറ്റർ അകലെ ഹെലിപ്പാഡിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. പഞ്ചാബിൽ നടന്നത് ഇപ്പോൾ വാരണാസിയിൽ നടന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇതിനി ഉത്തരേന്ത്യയിൽ മോദി ചെല്ലുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും, ദക്ഷിണേന്ത്യയിൽ മോദി എത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ നോക്കിക്കോ, ഇത് തന്നെ നടന്നിരിക്കും. കാരണം മോദി വിരുദ്ധ തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കാൻ പോകുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.